ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? വമ്മിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമ്മളൊരു നോമ്പുതറ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോമ്പുതറയ്ക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എഗ് മസാലയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ. എഗ് മസാല റെഡിയാക്കാനായിട്ട് ഒരു 5 എഗ് എടുത്തിട്ടുണ്ട്. 3 വലിയ സവാള കനം കുറച്ചരിഞ്ഞത്, ഒരു പച്ചമുളക്, 2 ചെറിയ തക്കാളി വേണം, ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു എരിവില്ലാത്ത മുളക് പൊടി 1 സ്പൂണ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിന്റെ പൊടി, ഒരു 1.5 സ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മുട്ട ഒന്ന് പൊട്ടിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. മസാല റെഡിയാക്കാനായിട്ട് നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു പച്ചമുളകും സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി, ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തുവെച്ച 2 തക്കാളി, 4 വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി തക്കാളിന്റെ വെളുത്തുള്ളിന്റെ ഒക്കെ പച്ചക്കൊന്ന് പോണം. തക്കാളി പേസ്റ്റിന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോ നമുക്ക് ഇതിലേക്ക് ആ ചിക്കി പൊരിച്ച് വെച്ച മുട്ടയും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതിന് മേലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇത് ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.